അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പപ്പായയും ചെറുപയറും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂട്ടുകറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ടുകറി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ തോരൻ്റെയോ അല്ലെങ്കിൽ ഉപ്പേരിയുടെയോ ഒന്നും ആവശ്യമില്ല. ചോറിലോട്ട് ഇതന്നെ മതിയാകും. നല്ല ടേസ്റ്റാണ്, പിന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസ് പപ്പായയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കറുമത്തി, കറുമൂസ എന്നൊക്കെയാണ് പറയല്. നിങ്ങളൊക്കെ എന്താണ് പറയുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു പാകത്തിൽ വലിപ്പമുള്ള ഒരു പപ്പായ പറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് ചെറുപയറാണ്. ചെറുപയർ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി വെള്ളത്തിലിട്ട് വെക്കാൻ ടൈമില്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് കുക്കറിൽ ഒരു വിസിലും കൂടി കൂടുതലൊന്ന് വിസിലടിപ്പിച്ചാൽ മതി. അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചെറുപയർ വേവിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കറുമത്തി നല്ലപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ചെറുപയർ നന്നായിട്ട് വെന്തിട്ടിക്കോളും. അപ്പോൾ അത് വേവിക്കാനായിട്ട് ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ, അതുകൊണ്ട് പിന്നെ കഴുകുന്നില്ല. ഇനി ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഉപ്പ് ഇടണ്ട, ഉപ്പ് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇത് വെള്ളത്തിലിട്ട് വെക്കാത്തത് കൊണ്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി, അപ്പോൾ നന്നായിട്ട് വെന്തോളും. വെള്ളത്തിലിട്ട ചെറുപയറാണെങ്കിൽ ഒരു ഒറ്റ വിസിൽ തന്നെ അടിച്ചാൽ തന്നെ നന്നായിട്ട് വെന്തോളും. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളെ കറുമത്തി നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പമുള്ള പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഇതിലേറെ ചെറുതാക്കും വേണ്ട, ഓവർ വലുതാക്കുകയും വേണ്ട. ഇനി നമുക്കിതിലോട്ട് എരിവിന് ആവശ്യമായ മുളകാണ്, പച്ചമുളകാണ് വേണ്ടത്. പക്ഷേ ഞാനിവിടെ ഗാന്ധാരി മുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചെറിയ തക്കാളി, വലുതാണെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി മതിയാവും. തക്കാളി കൂടുതൽ ഇടരുത് കേട്ടോ, കുറച്ചൊരു ടേസ്റ്റിന് മാത്രം ഇട്ടാൽ മതി. ഞാൻ ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ എന്തായാലും പകുതി മതിയാവും. ഇനി നമുക്ക് ഈ കാന്താരി മുളക് അതിൻ്റെ നെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാരണം ഇത് കീറിയിട്ടാൽ അത് കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. ചെറിയ പീസസായിട്ട് കട്ട് ചെയ്താൽ അത് അതിൽ കിടന്നിട്ട് അളിഞ്ഞോളും. അപ്പോൾ പിന്നെ ആർക്കും കടിക്കാൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത്. നല്ല എരിവാണ് കേട്ടോ, മൂക്കിലോട്ട് നല്ലവണ്ണം കുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 ഞാൻ മാറ്റി വെച്ച്, കാരണം എരി കൂടിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. പിന്നെ തക്കാളി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ച പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ജീരകം തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പിന്നെ ഒരു 3-4 ചുവന്നുള്ളിയും കൂടിയും ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കറിവേപ്പില അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇല്ലെങ്കിൽ അങ്ങനെ ഇട്ടാൽ നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് കറിവേപ്പില ഒഴിവാക്കില്ല ചെയ്യാം. അത് അരച്ച് ചേർക്കുമ്പോൾ നമുക്കതും കൂടി നമ്മുടെ വയറ്റിലാവും. പിന്നെ ഈ സമയം കൊണ്ട് നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ തന്നെ അപ്പോൾ ഞാൻ ഇതിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കറുമത്തി പീസസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ചെറുപയർ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു വിസിലും കൂടി വെച്ചാൽ മതിയാവും നമ്മുടെ കറുമത്തി ശരിക്ക് വെന്തിട്ടാൻ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ വെള്ളം ആവരുത് കേട്ടോ. നമ്മുടെ ആ ഒരു ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒപ്പം വെള്ളം വെച്ചാൽ മതി, കൂടുതൽ വെള്ളം വെക്കരുത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും അതുപോലെ തന്നെ കാന്താരി മുളകും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്തത്. ചെറുപയർ വേവിക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് വേവിച്ചത്. അപ്പോൾ ഉപ്പൊക്കെ പാകാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറുമത്തിയൊക്കെ നല്ല അത്യാവശ്യം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കയ്യിലോ ഒരു തവിയൊന്ന് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് കുത്തി ഉടക്കാം. നമ്മുടെ പപ്പായ പീസസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടയുന്ന രീതിയിൽ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉടക്കുന്ന സമയത്ത് നല്ലപോലെ ഉടയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് തിക്കായിട്ട് ഉള്ള കറിയാണ് ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ലൂസായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. വല്ലാതെ തേങ്ങ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വല്ലാതെ തിളക്കുകയൊന്നും വേണ്ട. ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് വറവിടാൻ വേണ്ടിയിട്ടാണ്.
ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വറവിടാം. പിന്നെ വേറെ സംഭവങ്ങളൊന്നും ഇതിന് ചേർക്കാനില്ല, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ പപ്പായ കായ്ച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കറി റെഡിയാക്കാം കേട്ടോ. ഇന്നിപ്പോൾ എന്ത് കറി റെഡിയാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും കൂടുതൽ വീട്ടമ്മമാരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അത്. ചെറുപയർ എന്തായാലും ഒരുവിധം വീട്ടിലൊക്കെ ഉണ്ടാവും. പിന്നെ ഇതുപോലെ പപ്പായും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. കുട്ടികൾക്ക് വരെ ഇഷ്ടമാവണ നല്ലൊരു അടിപൊളി കറിയാണ്. പിന്നെ നമുക്കിത് മെയിനായിട്ട് നല്ല ഹെൽത്തി കറിയാണ്. പപ്പായൊക്കെ നമുക്ക് അത്രയും കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.